ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ ടീച്ചർ എന്ന് വന്നേക്കുന്നത് നമ്മളുടെ ഹിന്ദിയിലെ രണ്ടാമത്തെ ഒരു കവിതയായിട്ടുള്ള ബഹൂത് ദിനോം കെ ബാത്ത് എന്നുള്ളതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പിന്നെ ഫുൾ ചാപ്റ്റർ എക്സ്പ്ലനേഷനും ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് കണ്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അതൊരു കവിതയാണ് കേട്ടോ, ഒരു കവിതയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ആരുടെ കവിതയാണ്? നാഗാർജുൻ എഴുതിയ ഒരു കവിതയാണ് കേട്ടോ. നാഗാർജുൻ എന്നാണ് കവിയുടെ പേര്. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം കവിയുടെ ഗ്രാമത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പൊ കവിയുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് കാഴ്ചകളെല്ലാം ഇദ്ദേഹം ഈ ഒരു കവിതയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ, പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ. കവിതയുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, ബഹൂത് ദിനോം കെ ബാദ്, അതാണ് നമ്മളുടെ കവിതയുടെ പേര്. ബഹൂത് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട്. ദിനോം കെ ബാദ് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് നമ്മളുടെ കവിതയുടെ പേര്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളുടെ കവിതയുടെ ഓരോ വരികളും പറയുമ്പോ ഈ ഒരു ബഹൂത് ദിനോം കെ ബാദ് എന്നുള്ള ആ ഒരു വേർഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് സ്റ്റാൻസ് തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ്ഖി, അബ്ഖി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ. അബ്ഖി ഇപ്പോൾ. മേനെ ജി ബർ ദേഖി, മേനെ എന്ന് വെച്ചാല് ഞാൻ. ജി ബർ ദേഖി എന്ന് വെച്ചാൽ എന്താ? മനസ്സ് നിറയെ കണ്ടു. ജി ബർ ദേഖി, മനസ്സ് നിറയെ ഞാൻ കണ്ടു. എന്താ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. പക്കി സുൻഹലി എന്ന് വെച്ചാല് നല്ല വിളഞ്ഞു നിൽക്കുന്ന. സുൻഹലി എന്ന് വെച്ചാൽ ഏതാ നിറം? സ്വർണ്ണ നിറത്തിലുള്ള. സ്വർണ്ണ നിറത്തിലുള്ള, സ്വർണ്ണ നിറാണ് കേട്ടോ. സുൻഹലി ഫസലോം കി മുസ്കാൻ. ഫസൽ എന്ന് വെച്ചാൽ എന്താ? വിളയാണ് കേട്ടോ, വിളകളുടെ. അപ്പൊ ഫസലോം എന്ന് പറയുമ്പോ വിളകളുടെ. മുസ്കാൻ, മുസ്കാന്റെ അർത്ഥം എന്താ? പുഞ്ചിരി. മുസ്കാൻ എന്ന് വെച്ചാൽ പുഞ്ചിരി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മളുടെ ആദ്യത്തെ സ്റ്റാൻസ. എന്താണ് നോക്കിയേ? ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ, ഇപ്പോൾ ഞാൻ. ജി ബർ ദേഖി, മനസ്സ് നിറയെ ഞാൻ കണ്ടു. എന്താ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞു നിൽക്കുന്ന വിളകളുടെ പുഞ്ചിരി. വിളകളുടെ പ്രത്യേകത എന്താ? അതിന്റെ നിറം എന്താ? സുൻഹലി, സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരി ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ കണ്ടു എന്ന ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞേക്കണേ. അപ്പൊ നോക്കി, ഒരുപാട് നാൾക്ക് ശേഷമാണ് അദ്ദേഹം കാണുന്നത്. ഇത്രയും നാളും ഗ്രാമപ്രദേശത്തിലായിരുന്നില്ല. അപ്പൊ വേറൊരു സ്ഥലത്ത് നിന്ന് ഗ്രാമത്തിലോട്ട് വരുമ്പോ ഗ്രാമത്തിലെ കാഴ്ചകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റാൻസ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കിയേ, ബഹൂത് ദിനോം കെ ബാദ്. കോമൺ ആണല്ലേ, നമ്മളുടെ ഫസ്റ്റ് സ്റ്റാൻസ് തുടങ്ങിയ പോലെ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റാൻസ്. ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ ജി ബർ സുൻ പായ, അബ്ഖി ഇപ്പോൾ, മേം ഞാൻ, ജി ബർ സുൻ പായ മനസ്സു നിറയെ. സുൻപായ എന്ന് വെച്ചാൽ എന്താ? കേട്ടു. സുൻപായ കേട്ടു, ഞാൻ മനസ്സു നിറയെ കേട്ടു. എന്താ കേട്ടെ? അടുത്ത വരിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നോക്കിയേ? ദാൻ കുർത്തി കിഷോരിയോം കി കോഖിൽ ഖണ്ഡി താൻ. ദാൻ കുർത്തി എന്ന് വെച്ചാൽ എന്താ? നെല്ല് കുത്തുന്ന. ദാൻ കുർത്തി നെല്ല് കുത്തുന്ന, നെല്ല് കുത്തുന്ന. കിഷോരിയോ കി കോഖിൽ ഖണ്ഡി താൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. കിഷോരിയോ എന്ന് വെച്ചാല് പെൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ എന്നാണ് കേട്ടോ. കോഖിൽ ഖണ്ഡി താൻ എന്ന് വെച്ചാല് കുയിൽ നാദം എന്ന് പറയാം. എല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? മനോഹരമായ പാട്ട്. പെൺകുട്ടികളുടെ മനോഹരമായ പാട്ട്. എന്ത് ചെയ്യുന്ന പെൺകുട്ടികളുടെയാ? ഫസ്റ്റ് വരിയിൽ പറഞ്ഞിട്ടുണ്ട്, നെല്ല് കുത്തുന്ന. ദാൻ കൂർത്തി, നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ മനോഹരമായ പാട്ട് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ സുൻപായ കേട്ടു. അതാണ് രണ്ടാമത്തെ സ്റ്റാൻസ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതേപോലെ മൂന്നാമത്തെ സ്റ്റാൻസ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കുക. ബഹൂത് ദിനോം കെ ബാദ്, കോമൺ അല്ലേ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ, ഇപ്പോൾ ഞാൻ. ജി ബർ സൂഖേ, ജി ബർ എന്ന് വെച്ചാൽ എന്താ? മനസ്സു നിറയെ. സൂഖേ എന്ന് വെച്ചാല് മണത്തു, മണത്തു എന്നാണ് കേട്ടാ. മണത്തു, സൂഖേ ഞാൻ മനസ്സ് നിറയെ
മണത്തു. അത്രയും സന്തോഷത്തോടു കൂടി ഞാൻ മണത്തു നോക്കി. എന്താ മണത്തു നോക്കിയേ? അടുത്ത വരിയിൽ പറഞ്ഞിട്ടുണ്ട്, മൗൽസീരി കെ ഠേർ ഠേർ സെ താസെ തട്കെ ഫൂൽ. മൗൽസീരി ഫൂൽ ഏതാ? ഇലഞ്ഞിപ്പൂവാണ് ട്ടാ. ഇലഞ്ഞിപ്പൂക്കളാണ്. അപ്പോ ഒരുപാട് ഇലഞ്ഞിപ്പൂക്കളുടെ പുതുപുത്തനായ മണം, പുത്തനായ ആ ഒരു സ്മെല്ല് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൂഖേ എന്ന് വെച്ചാൽ എന്താ? മണത്തു. അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റാൻസ. ഓക്കെ, ഒന്നുകൂടി പറയാം. ബഹു ദിനോം കി ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ, ഇപ്പോൾ ഞാൻ. ജി ബർ സൂഖേ, മനസ്സ് നിറയെ ഞാൻ മണത്തു നോക്കി. എന്താ മണത്തു നോക്കിയേ? മൗൽസീരി ഖേ ഠേർ ഠേർ സെ താസെ തട്കെ ഫൂൽ. ഇലഞ്ഞിപ്പൂക്കളുടെ നല്ല പുതുപുത്തനായ ആ ഒരു സ്മെല്ല് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ മണത്തു നോക്കി. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റാൻസ. മക്കൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ സെൻസ് ഓർഗൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണേ. ഫസ്റ്റ് തന്നെ കണ്ടു എന്നാ പറഞ്ഞേ, പിന്നെ കേട്ടു എന്ന് പറഞ്ഞു, പിന്നെന്താ നോസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, എന്താ പറഞ്ഞേ? മണത്തു നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ നോക്കാം. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേം, അബ്ഖി ഇപ്പോൾ, മേം ഞാൻ. ജി ബർ ചുപായ, ജി ബർ മനസ്സു നിറയെ. ചുപായ എന്ന് വെച്ചാൽ എന്താ? തൊട്ടു നോക്കി. മനസ്സ് നിറയെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാനൊന്ന് തൊട്ടു നോക്കി. അതാണ് ചുപായ. എന്താ ഇവിടെ കവി തൊട്ടു നോക്കുന്നേ? നെക്സ്റ്റ് വരിയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പനെ ഗംവയി പകടണ്ടേക്ക് ചന്ദൻ വർണ്ണി ധൂൽ. അപ്പനെ ഗംവയി, അപ്പനെ എന്ന് വെച്ചാല് തന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം. ഗംവയി എന്ന് വെച്ചാല് ഗ്രാമത്തിലെ, ഗ്രാമാണ് കേട്ടാ. ഗ്രാമത്തിലെ പകടണ്ടേക്ക്, പകടണ്ടി എന്ന് വെച്ചാൽ എന്താ? നടപ്പാത. നടപ്പാതയിലെ ചന്ദൻ വർണ്ണി ധൂൽ. ചന്ദൻ വർണ്ണി എന്ന് പറയുമ്പോ ചന്ദന നിറത്തിലുള്ള. ധൂൽ എന്ന് വെച്ചാൽ എന്താ? മണ്ണ്. ധൂൽ എന്ന് വെച്ചാല് മണ്ണ് എന്നാണ് അർത്ഥം. അപ്പൊ ശ്രദ്ധിക്ക, ബഹുദിനം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേം, ഇപ്പോൾ ഞാൻ. ജി ബർ ചുപായ, മനസ്സ് നിറയെ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാനൊന്ന് തൊട്ടു നോക്കി. എന്താ തൊട്ടു നോക്കിയേ? അപ്പനെ ഗംവയി പകടണ്ടിക്ക്, തന്റെ സ്വന്തം ഗ്രാമത്തിലെ നടപ്പാതയിലെ ചന്ദൻ വർണ്ണി ധൂൽ, ചന്ദന നിറത്തിലുള്ള മണ്ണ് ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊന്ന് തൊട്ടു നോക്കി, സ്പർശിച്ചു. അപ്പൊ ഇവിടെ ടച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ടുള്ള എന്താ വരുന്നേ നോക്കാം. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ, ഇപ്പോൾ ഞാൻ. ജി ബർ താൽ മഖാന ഗായ. ജി ബർ എന്ന് വെച്ചാൽ എന്താ? മനസ്സ് നിറയെ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി. താൽ മഖാന ഗായ, താൽ മഖാന എന്ന് വെച്ചാല് ഔഷധ സസ്യം. ഔഷധ സസ്യം ഗായ, കഴിച്ചു. ഔഷധ സസ്യം കഴിച്ചു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഗന്നെ ചൂസേ ജീബർ, വളരെ സന്തോഷത്തോടു കൂടി. ജീബർ മനസ്സ് നിറയെ. ഗന്നെ ചൂസേ, കരിമ്പിന്റെ നീര് കുടിച്ചു. കരിമ്പിന്റെ നീരാണ് ട്ടാ, കരിമ്പ് ആണ് ട്ടാ. ഗന്നെ ചൂസേ എന്ന് വെച്ചാല് കരിമ്പ് നീര് കുടിച്ചു അല്ലെങ്കിൽ നുകർന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയില് നമ്മൾ പറഞ്ഞത് മനസ്സ് നിറയെ കണ്ടു എന്നാ പറഞ്ഞ കേട്ടോ. അപ്പൊ അവിടെ ഏതാ സെൻസ് ഓർഗൻ ഏതാ വന്നേ? കണ്ണ് വന്നു. പിന്നെന്താ പറയുന്നേ? സുൻപായ, കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെവി വന്നില്ലേ? പിന്നെ നോക്കിയേ, നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കുമ്പോ മണത്തു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മൂക്ക് വന്നില്ലേ? ഇനി നെക്സ്റ്റ് നോക്കുക, തൊട്ടു നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ? സ്കിന്നാണ് കേട്ടോ വന്നേ. ഇനി നെക്സ്റ്റ് നോക്കുക, താൽമഖാന ഗായ, ഗായ എന്ന് പറഞ്ഞാല് കഴിച്ചു എന്നല്ലേ. അപ്പൊ ഇവിടെ ടേസ്റ്റ് അല്ലേ വന്നേ. അങ്ങനെ 5 തരത്തിലുള്ള സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു കവിത പോയേക്കുന്നത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റാൻസയില് കവി എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് ലാസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, അപ്പൊ നമ്മളുടെ ലാസ്റ്റ് സ്റ്റാൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്ഖി മേംനെ, ഇപ്പോൾ ഞാൻ. ജി ബർ ഭോഗേ, മനസ്സ് നിറയെ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി. ഭോഗേ, ഭോഗേ എന്ന് വെച്ചാല് അനുഭവിച്ചറിഞ്ഞു. അനുഭവിച്ചറിഞ്ഞു.
ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റാൻസ വന്നേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ കവി ആ ഓരോ സ്റ്റാൻസയിലും പറഞ്ഞേക്കുന്നതെന്നാണ് ലാസ്റ്റ് വരിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഗന്ധ്, ഗന്ധ് എന്താ? മണം, സ്മെല്ലാണ് കേട്ടോ. പിന്നെന്താ? രൂപ്, രൂപ് എന്ന് വെച്ചാൽ കണ്ട കാര്യമാണ് കേട്ടോ, രൂപം, കണ്ട കാര്യം. പിന്നെ രസ് എന്ന് വെച്ചാൽ എന്താ? ടേസ്റ്റ് ആണ്, രസ്. പിന്നെ ശബ്ദം അറിയാലോ, ശബ്ദം. സ്പർശം അറിയാലോ, ടച്ച്. സബ് സാത് സാത്, സബ് എന്ന് വെച്ചാല് എല്ലാം, സാത് സാത്ത് എന്ന് വെച്ചാല് ഒരുമിച്ച്, ഒരുമിച്ച്, എല്ലാം ഒരുമിച്ച് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇസ് ഭൂപ്പർ, ഇസ് ഭൂപ്പർ എന്ന് വെച്ചാല് ഈ ഒരു ഭൂമിയിലെ, ഭൂ എന്ന് വെച്ചാൽ എന്താ? ഭൂമിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നേ, ഭൂമി. അപ്പൊ ഈ ഒരു ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് അനുഭവിച്ചറിയാണ്. അതാണ് ലാസ്റ്റ് വരിയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് ബഹൂത് ദിനോം കെ ബാദ് എന്നുള്ളത് കേട്ടോ. അപ്പൊ കവിത നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള 1 മാർക്കിന്റെ ചോദ്യങ്ങളും പിന്നെ 4 മാർക്കിന് കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് എപ്പോഴും അതിന്റെ എന്ത് ചോദിക്കും? 4 മാർക്കിന് ആശയം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആശയം കൂടി ഒന്ന് പഠിക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ബഹൂത് ദിനോം കെ ബാദ് കിസ്കി കവിത ഹി. ഈ ബഹൂത് ദിനോം കെ ബാദ് എന്നുള്ളത് ആരുടെ കവിതയാണ്? കവിയുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. കവിയുടെ പേരെന്താ? നാഗാർജുൻ. നാഗാർജുൻ ആണ് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബഹൂത് ദിനോം കെ ബാദ് കവിനെ ജി ഭർ ക്യാ ദേഖി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി മനസ്സ് നിറയെ എന്താണ് ദേഖി, കണ്ടത്? എന്താ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കെ മുസ്കാൻ, വിളഞ്ഞു നിൽക്കുന്ന വിളകളുടെ ആ ഒരു പുഞ്ചിരിയാണ് കവി കണ്ട കാഴ്ച. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവിനെ ക്യാ സുൻപായ, കവി എന്താണ് സുൻപായ, കേട്ടത്? കവി എന്താ കേട്ടേ? ദാൻ കുട്ടി കിഷോരിയോ കി ആവാസ്, നെല്ല് കുത്തുന്ന ആ ഒരു പെൺകുട്ടികളുടെ പാട്ട്, മനോഹരമായ പാട്ടാണ് കവി കേട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ബഹൂത് ദിനോം കെ ബാദ് കവി ക്യാ സൂഖേ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ് മണത്ത് നോക്കിയത്? കവി എന്താ മണത്ത് നോക്കിയേ? മൗൽസീരെ കെ താസേ ഫൂൽ, ഇലഞ്ഞിപ്പൂക്കളുടെ ആ ഒരു പുതുപുത്തനായ മണം, അല്ലെങ്കിൽ ഇലഞ്ഞിപ്പൂക്കൾ, പുതുപുത്തനായ ഇലഞ്ഞിപ്പൂക്കളാണ് കവി മണത്ത് നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ കവി ക്യാ ചുപായ, കവി എന്താണ് ചുപായ മീൻസ് തൊട്ടു നോക്കിയത്? കവി എന്താ അവിടെ തൊട്ടു നോക്കിയേ? ഗംവയി പഗഡണ്ടിക്ക്, തന്റെ ഗ്രാമത്തിലെ പഗഡണ്ടിക്ക് നടപ്പാതയിലെ ചന്ദൻ വർണ്ണേ ധൂൾ, ചന്ദന നിറത്തിലുള്ള ആ ഒരു മണ്ണാണ് കവി ചുപായ തൊട്ടു നോക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവി ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ക്യാ ഗായ ഓർ ക്യാ ചൂസേ, ക്യാ ഗായ എന്താണ് കവി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കഴിച്ചത്? ഓർ ക്യാ ചൂസേ എന്തായിരുന്നു നുകർന്നു നോക്കിയത്, അല്ലെങ്കിൽ എന്താണ് കുടിച്ചത്? നമ്മൾ കവിത ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞേ. കാൽ മക്കാന ഗായ ഓർ ഗന്നെ ചൂസേ, ഔഷധ സസ്യം കഴിക്കുകയും ചെയ്തു, പിന്നെ ഗന്നെ ചൂസേ എന്ന് വെച്ചാൽ എന്താ? കരിമ്പ് നീര് കുടിക്കുകയും ചെയ്തു. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തില് 1 മാർക്കിന്റെ ചോദ്യങ്ങള് നല്ലപോലെ പഠിച്ചു വെക്കുക എക്സാമിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബഹൂത് ദിനോം കെ ബാദ് കവിനെ ക്യാ ജി ഭർ ഭോഗേ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ് ജി ഭർ മനസ്സു നിറയെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഭോഗേ അനുഭവിച്ചറിഞ്ഞത്? കവി എന്താ നല്ല സന്തോഷത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞു. എന്തെല്ലാണ്? ഗന്ധ്, രൂപ്, രസ്, ശബ്ദ്, സ്പർശ്. അറിയാലോ, മണം, രൂപം, പിന്നെ രസം അതിന്റെ ടേസ്റ്റ്, പിന്നെ ശബ്ദം, പിന്നെ സ്പർശം. ഓക്കെ, അതും പഠിച്ചു വെക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടിയുള്ളോ. സുൻഹലി ഫസൽ എന്നുള്ളൊരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. സുൻഹലി ഫസൽ എന്നാണ് കേട്ടോ വേർഡ്. സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു വിളവ്, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇസ്മേ വിശേഷൻ ശബ്ദ് കോൻ സാ ഹേ, ഈ ഒരു വേർഡിലെ വിശേഷൻ ശബ്ദം ഏതാണ്? അപ്പൊ ഫസൽ വിളവ് എന്ന ആ ഒരു വേർഡിനെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഏത്? സുൻഹലി, സ്വർണ്ണ നിറത്തിലുള്ള. അപ്പോ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ ഒരു വേർഡിനെ വിശേഷിപ്പിച്ച് പറയുന്ന കാര്യം എപ്പോഴും അതിന്റെ മുൻവശത്തായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ വിശേഷണ ശബ്ദം ഏതാ? സുൻഹലി എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ പഠിച്ചു വെക്കാം.
ഓക്കെ. ഇനി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക? ബഹു ദിനോം കെ ബാദ് കവിത കാ ആശയ തയ്യാർ കരേം, അല്ലെങ്കിൽ ആശയ ലിഖേം എന്നും പറഞ്ഞ് ചോദിക്കും. 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല പോലെ പഠിച്ചേക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ബഹു ദിനോം കെ ബാദ് നാഗാർജുൻ കി കവിത ഹേ. ബഹു ദിനോം കെ ബാദ് എന്നുള്ളത് നാഗാർജുന്റെ ഒരു കവിതയാണ്. നെക്സ്റ്റ് വരി, ബഹു ദിനോം കെ ബാദ് അപ്നെ ഗാവ് മേം ആയേ, തന്റെ ഗ്രാമത്തിലോട്ട് വന്ന് കവി കെ മൻ കാ, കവിയുടെ മനസ്സിലെ ആനന്ദ്, ആനന്ദ് എന്ന് വെച്ചാൽ എന്താ? സന്തോഷമാണ്. യഹാം ചിത്രൻ കിയാ ഹേ, ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്രയും ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് നമ്മൾ, അല്ല ഫസ്റ്റ് ഫോർമാറ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടുള്ളൂ. പിന്നെ ഉള്ളിലെ കണ്ടന്റ് എഴുതുന്നതിനാണ് 2 മാർക്ക്, പിന്നെ കൺക്ലൂഷന് 1 മാർക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരെ നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിലായിട്ട് എഴുതാം. കവി കഹ്തേ ഹേം കി, കവി പറയുന്നത് ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞു നിൽക്കുന്ന നല്ല സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരി. അബ് ഉനോനെ, ഇപ്പോൾ ഉനോനെ അദ്ദേഹം, മൻ ബർ ദേഖി, മനസ്സ് നിറയെ, ദേഖി എന്ന് വെച്ചാൽ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് വരി, ബഹു ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഉൻകോ ദാൻ കൂട്ടി കിഷോരിയോം കി, അദ്ദേഹത്തിന് നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ ആവാസ്, ആവാസ് വെച്ചാൽ എന്താ? ശബ്ദം. അബ് മൻബർ സുൻപായ, അബ് ഇപ്പോൾ, മൻബർ മനസ്സു നിറയെ, സുൻപായ കേട്ടു. നെക്സ്റ്റ് വരി, ബഹു ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കവീനെ, അബ് മൻബർ, കവീനെ നമ്മുടെ കവി, മൻബർ എന്ന് വെച്ചാല് മനസ്സു നിറയെ, മൽസീരി കെ താസേ ഫൂൽ സൂഖേ, എന്താ? നമ്മളുടെ ഇളഞ്ഞിപ്പൂക്കളുടെ നല്ല പുതുപുത്തനായ സ്മെല്ല്, സൂഖേ മീൻസ് മണത്തു നോക്കി. അതാണ് നെക്സ്റ്റ് വരി. അടുത്ത വരി, ബഹു ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കവി അബ് അപ്നെ ഗാവ് കെ, കവി ഇപ്പോൾ, അബ് എന്ന് വെച്ചാൽ ഇപ്പോൾ, അപ്നെ ഗാവ് കെ തന്റെ ഗ്രാമത്തിലെ, രാസ്തേ കെ, രാസ്തേ എന്ന് വെച്ചാൽ വഴിയാണ് കേട്ടോ, വഴി, രാസ്തേ കെ എന്ന് വെച്ചാൽ വഴിയിലെ, ചന്ദൻ വർണ്ണീദൂൽ ചന്ദന നിറത്തിലുള്ള മണ്ണ് എന്ത് ചെയ്തു? ജീബർ മനസ്സ് നിറയെ, ചൂപ്പായ, ചൂപ്പായ മീൻസ് തൊട്ടു നോക്കി എന്നാണ്. ബഹു ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ് കവീനെ ഇപ്പോൾ കവി എന്ത് ചെയ്തു? ജീബർ മനസ്സു നിറയെ, താൽമഖാന ഗായ ഔഷധ സസ്യം കഴിക്കുകയും ചെയ്തു. ഓർ ഗെന്നെ ചൂസേ കരിമ്പിന്റെ നീര് കുടിക്കുകയും ചെയ്തു. ബഹു ദിനോം കെ ബാദ് ഉനോനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം, അബ് ജീബർ മനസ്സു നിറയെ, ഇസ് ഭൂപ് പർ ഈ ഒരു ഭൂമിയിലെ എന്തൊക്കെ കാര്യങ്ങളാ? ഗന്ധ്, രൂപ്, രസ്, ശബ്ദ്, സ്പർശ്. അറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് തവണയായി നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം സാത് സാത് ഒരുമിച്ച് ഭോഗേ, ഭോഗേ മീൻസ് അനുഭവിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു എന്നാണ് കേട്ടാ, അനുഭവിച്ചറിഞ്ഞു. ഓക്കെ, എല്ലാം ഒരുമിച്ച് കവി അനുഭവിച്ചറിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി നമുക്ക് വേണം, അതാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദേ ഇവിടെ 1 മാർക്ക്, ഇത് എഴുതണേ 2 മാർക്ക്, ലാസ്റ്റ് ദേ 1 മാർക്ക്. ലാസ്റ്റത്തെ കൺക്ലൂഷൻ എന്താ? ഇസ് കവിതാമേ ഈ കവിതയിൽ പ്രകൃതി കി ചീസോം സേ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് ഹമേ മിൽത്തെ നമുക്ക് കിട്ടുന്ന, ഹമേ മിൽത്തെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദ് കാ ചിത്രൻ, ആനന്ദ് കാ ചിത്രം എന്ന് വെച്ചാൽ എന്താ? സന്തോഷത്തിന്റെ ആ ഒരു ചിത്രീകരണമാണ് സരൾ ശബ്ദോ മേം കിയാ ഹേ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിലൂടെ കവി ചെയ്തേക്കുന്നത്. അതും കൂടി അവസാനം നമ്മളൊന്ന് എഴുതി കൊടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് അതിന്റെ ഒരു കൺക്ലൂഷൻ ആവുള്ളൂ.
ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ഫുൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ പറഞ്ഞു, കവിത നല്ലപോലെ പഠിക്കുക, പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 4 മാർക്കിന്റെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ അല്ലേ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളു പഠിക്കാൻ. നല്ലപോലെ എല്ലാവരും പഠിക്കുക. അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്